നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 7 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. വരുന്ന 9 ദിവസത്തിനകം വളരെയധികം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന 7 നക്ഷത്ര ജാതകർ. ആ നക്ഷത്ര ജാതകരിലെ ഭാഗ്യങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. അതിനതായ പരിഹാരങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതും ജീവിതത്തിലെ മാറ്റങ്ങൾ കടന്നു വരേണ്ടതും കൂടെ ഒരു സമയമാണിപ്പോൾ കടന്നു പോകുന്നത്. അപ്രകാരം ഭാഗ്യമുള്ള 7 നക്ഷത്ര ജാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ വഴി നമ്മൾ അറിയുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുമെന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. പുതിയ വീട് വയ്ക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ ഒരു മാറ്റം വരും. അതുകൊണ്ട് തന്നെ ഉറച്ച വിശ്വാസം വേണം. വരുന്ന 9 ദിവസത്തിനകം നിങ്ങളെ അലട്ടുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമെന്നത് ഉറപ്പായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ അനിഴമാകുന്നു. കുടുംബത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഈ അനിഴം നക്ഷത്ര ജാതകരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരിക്കലും വിശ്രമിക്കാൻ ആഗ്രഹമില്ലാത്ത വ്യക്തികൾ. ഒരുപാട് പ്രതീക്ഷകളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മക്കളിൽ നിന്നുമൊക്കെ നല്ല വാർത്ത അല്ലെങ്കിൽ സന്താന ഭാഗ്യങ്ങളെ കൊണ്ടൊക്കെ വളരെയധികം അനുഗ്രഹങ്ങൾ നേടുവാനുള്ള ഒരു കാര്യമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വളരെയധികം സമാധാനവും ഐക്യവും അതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ ചോതിയാണ്. ബിസിനസ്സിലും പുരോഗതി കാണും. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ലോട്ടറി ഭാഗ്യം ഉണ്ടാകും. ശിവക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ചില തിരിച്ചടികൾ ലഭിച്ചേക്കാം. പലതും നിങ്ങളെ തളർത്തുന്നതായിരിക്കാം. അതൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് ശിവക്ഷേത്ര ദർശനം വളരെ സാധ്യമാക്കണം. അതുപോലെ തന്നെ നാലാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ഉത്രമാണ്. ജോലി സംബന്ധമായ പല ടെൻഷനുകളും നിങ്ങൾക്ക് മാറും. അതുപോലെ ഉപജീവന മാർഗത്തിൽ ഒരു ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായി ഒരു വലിയ കുതിച്ചുചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സന്തോഷ വാർത്തകളൊക്കെ കേൾക്കുവാൻ ഇടയാകും. കഠിനമായി പ്രയത്നിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സാധ്യമാവുക തന്നെ ചെയ്യും. അഞ്ചാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പൂയമാണ്. അടുത്ത 5 വർഷം നിങ്ങൾക്ക് രാജയോഗ സമാനമായ കാലമായിരിക്കും കടന്നു വരുന്നത്. കുടുംബത്തിലെ മിക്ക പ്രശ്നങ്ങളും മാറി സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ ജീവിതത്തിലെ നിരാശകൾ അനുഭവിക്കുമ്പോൾ, ജീവിതത്തിൽ പലതരത്തിലുള്ള തകർച്ചകൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ചെറിയൊരു വഴിപാടുകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ മറ്റൊരു നക്ഷത്രമാണ് മകയിരം നക്ഷത്രം. ശത്രുദോഷം മാറി സാമ്പത്തികമായി വലിയ ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചു പേർക്ക് അന്നദാനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഏറ്റവും അവസാനത്തെ നക്ഷത്ര ജാതകർ രോഹിണിയാകുന്നു. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും നടക്കും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവും ദൈവികാനുഗ്രഹവും സാമ്പത്തിക അഭിവൃദ്ധിയും കടന്നു വരും. അതുപോലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഒരു പാൽപ്പായസം, ഭാഗ്യസൂത്ത പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും വളരെയധികം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 7 നക്ഷത്ര ജാതകർ. വരുന്ന 9 ദിവസത്തിനകമാണ് ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം കടന്നു വരുന്നത്. ഈ 7 നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.